നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടിക്കലാശം ആവേശത്തിൽ മുന്നണികൾ, ആഘോഷമാക്കിയ അണികൾ. ബുധനാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. 3 മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമം, ആശങ്കയിൽ കർഷകർ. പുതുക്കാട് ചുങ്കം റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, യുവാവിന് പരിക്കേറ്റു. പോക്സോ കേസിൽ ഒളിവിൽ പോയ കലാമണ്ഡലം അധ്യാപകനെ ചെന്നൈയിൽ വെച്ച് പിടികൂടി. കലാമണ്ഡലം കനകകുമാറാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. 1 മാസത്തോളം നീണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ആരവങ്ങൾക്കും കലാശക്കൊട്ട്. ബുധനാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. മറ്റന്നാൾ ജില്ലാ പോളിംഗ് സ്റ്റേഷനിലെത്തും. വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെയുള്ള വലിയ ആഘോഷമാണ് മുന്നണികൾ ഒരുക്കിയിരുന്നത്. ചൊവ്വാഴ്ച പകൽ സ്ഥാനാർത്ഥികളുടെ അവസാനഘട്ട പര്യടനവും റോഡ് ഷോകളും നടത്തി. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് മണിക്കൂറുകൾ ശേഷിക്കെ അങ്കത്തട്ടിൽ അവസാന അടവെടുത്ത് സ്ഥാനാർത്ഥികളും മുന്നണികളും. 6ഉം 7ഉം റൗണ്ട് വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും നവമാധ്യമങ്ങളിൽ റീലും പാട്ടും പോസ്റ്റുമായി നിറഞ്ഞതും വിവാദങ്ങളും പ്രതികരണങ്ങളും വികസന ചർച്ചകളും തുടങ്ങി 1 മാസം നീണ്ട പ്രചാരണം തങ്ങൾക്കനുകൂലമാണോ എന്ന് ഉറപ്പിക്കാനുള്ള അവസാന മണിക്കൂറുകളാണ് സ്ഥാനാർത്ഥികൾക്ക് ഇത്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ. ജില്ലയിലെ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 2204 വാർഡുകളിലായി 7208 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 3395 പുരുഷന്മാരും 3813 വനിതകളും സ്ഥാനാർത്ഥികളായുണ്ട്. ജില്ലയിലാകെ 3282 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ബുധനാഴ്ച രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. വൈകിട്ട് 6 മണി വരെ വരിയിലുള്ള എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകും. ജില്ലയിലാകെ 25 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി ഡിസംബർ 13 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് നടക്കുക.
പോളിംഗ് സ്റ്റേഷൻ, വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിനമായ ഡിസംബർ 11 തീയതി ജില്ലയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 12 തീയതി സ്ട്രോങ് റൂം, കൌണ്ടിംഗ് കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. പോളിംഗിന്റെ തലേ ദിവസമായ ഡിസംബർ 10 തീയതി രാവിലെ 6 മണി മുതൽ 48 മണിക്കൂറും കൌണ്ടിംഗ് ദിനമായ 13 തീയതിയും ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിൽ 100 മീറ്ററിനുള്ളിലാണ് പ്രചരണ ഉപാധികളോ വോട്ട് പിടുത്തമോ പാടില്ല. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ 200 മീറ്ററിന്റെ ഉള്ളിൽ പ്രചരണ ഉപാധികളോ അതുപോലെ തന്നെ വോട്ട് പിടുത്തമോ പാടില്ല എന്നുള്ളതാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അത് പ്രിസൈഡിംഗ് ഓഫീസർമാരെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവിടെ 100 മീറ്ററും 200 മീറ്ററും കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുമതിലിന്റെ ബേസ് ചെയ്തിട്ടാണ് പോകേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കിടക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനെ ബേസ് ചെയ്ത് 200 മീറ്ററിനോ അല്ലെങ്കിൽ 100 മീറ്ററിനോ അല്ല കണക്കാക്കേണ്ടത് അതിന്റെ ചുറ്റുമതിലിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല. ആർക്കും അനുവാദമില്ല. പോളിംഗുമായിട്ട് ബന്ധപ്പെട്ട ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് അനുവാദമുള്ളത്. ഏജന്റുമാർക്കും ഇല്ല, മറ്റുള്ളവർക്കും ഇല്ല. അത് പ്രത്യേകമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. കഴിഞ്ഞ 3 മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. പുഞ്ചകൃഷിയിൽ 1-ാം വളമായും മുണ്ടകനിൽ 2-ാം വളമായും യൂറിയ പ്രയോഗിക്കേണ്ട സമയമാണിത്. എന്നാൽ സമയത്തിന് യൂറിയ കിട്ടാത്തതിനാൽ ആശങ്കയിലാണ് കർഷകർ. കഴിഞ്ഞ 3 മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. പുഞ്ചകൃഷിയിൽ 1-ാം വളമായും മുണ്ടകനിൽ 2-ാം വളമായും യൂറിയ പ്രയോഗിക്കേണ്ട സമയമാണിത്. എന്നാൽ സമയത്തിന് യൂറിയ കിട്ടാത്തതിനാൽ ആശങ്കയിലാണ് കർഷകർ. കോൾനിലങ്ങളിലുൾപ്പെടെ നെൽകൃഷിയുടെ ആദ്യഘട്ടത്തിൽ യൂറിയ പ്രയോഗം നിർബന്ധമല്ലെങ്കിലും 2-3 ഘട്ടം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഏക്കറിന് 15 മുതൽ 20 കിലോ വരെ യൂറിയ വേണ്ടിവരും. വിതച്ച് 15 മുതൽ 20 ദിവസത്തിനുള്ളിലാണ് ആദ്യഘട്ട വളപ്രയോഗം. നല്ല പച്ചപ്പ് ലഭിക്കാനും ചെടികൾക്ക് കുരുടിപ്പ് വരാതിരിക്കാനും പലരും ഈ ഘട്ടത്തിൽ വളപ്രയോഗം നടത്താറുണ്ട്. അതേസമയം ഞാറ് പറിച്ചു നട്ട് 10 ദിവസം കഴിഞ്ഞ് ചിനപ്പ് വരുന്ന വേളയിൽ യൂറിയയും പൊട്ടാഷും നിർബന്ധമാണ്. പിന്നീട് 70 ദിവസം കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലും യൂറിയ ആവശ്യമാണ്. ഇപ്പോൾ മുണ്ടകൻ കൃഷി ചെയ്ത് നെല്ലിന് വളമിടേണ്ട ഒരു അവസരമാണ്. ഈ സമയാസമയങ്ങളിൽ വളം ഇട്ടാലേ നെൽച്ചെടികൾക്ക് ശക്തിയും വിളവും നന്നാവുകയുള്ളൂ. യൂറിയ, പൊട്ടാഷ്, ഫാക്ടം ഫോസ് അങ്ങനെ 3 തരം വളങ്ങൾക്കാണ് കൃഷിക്കാർക്ക് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നത്. അതിന് യൂറിയ എന്ന് പറയുന്ന വളം കിട്ടിയിട്ട് കുറേ കാലമായി കിട്ടുന്നില്ല. അപ്പോൾ ഈ 2 ഘട്ടങ്ങളായി യൂറിയയും പൊട്ടാഷും കൊടുക്കണം. ആദ്യം തന്നെ ഫാക്ടം ഫോസ് അടിവളമായിട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ യൂറിയയുടെ അവൈലബിലിറ്റി, ലഭ്യത കുറഞ്ഞതുകൊണ്ട് കൃഷിക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായ നടപടികളെടുത്ത് യൂറിയയുടെ മറ്റുള്ള വളങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കാൻ താൽപ്പര്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ സബ്സിഡി ഏറ്റവും അധികമുള്ളതും യൂറിയയ്ക്കാണ്. 3000 രൂപയോളം വില വരുന്ന 45 കിലോയുടെ ഒരു ചാക്കിന് സബ്സിഡി കഴിഞ്ഞ് 266 രൂപ 50 പൈസയാണ് കർഷകൻ നൽകേണ്ടത്. കൃത്യസമയത്ത് വളമിട്ടില്ലെങ്കിൽ ഉൽപ്പാദനം ഗണ്യമായി കുറയുമെന്ന് കർഷകർ പറയുന്നു. യൂറിയയ്ക്ക് കടുത്ത ക്ഷാമമാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരെല്ലാവരും വളരെ കഷ്ടത്തിലാണ്. 2-3 മാസമായിട്ട് ഇവിടെ അടുത്ത പ്രദേശങ്ങളിലൊന്നും യൂറിയ ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്ക് ഒരു 2 മാസം മുമ്പ് കുറച്ച് യൂറിയ വന്നായിരുന്നു. അത് തീർന്നു പോയി. എല്ലാ കൃഷിക്കാരും അതിന് പകരം വളരെ വില കൂടിയ വളങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലും കിട്ടാത്ത 16 അങ്ങനെയുള്ള വളങ്ങളാണ് 267 രൂപ വിലയുള്ള യൂറിയയ്ക്ക് പകരം 1500 രൂപയോളം വിലയുള്ള 16 പോലുള്ള വളങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർക്ക് കടുത്ത നഷ്ടമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിവിടെ ആരും ശ്രദ്ധിക്കാനായിട്ടൊരാളും ഇല്ല, സർക്കാരും ഇല്ല, മറ്റുള്ള ബന്ധപ്പെട്ട ഒരു അധികാരികളും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇല്ലെങ്കിൽ ഒരുപാട് പോക്കറ്റ് ചോരുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ VFCKയിലും ഇവിടെ ഒരുപാട് കർഷകരുണ്ട്. വാഴ കർഷകരും നെൽകർഷകരായിട്ടുള്ള ആളുകൾ വളരെ പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശ്രദ്ധിക്കാനായിട്ട് ആരുമില്ല. അതൊരവസ്ഥ ഇവിടെ സംജാതമായിട്ടിരിക്കുകയാണ്. വാഴ, പച്ചക്കറികൾ എന്നിവ പോലുള്ള വിളകൾക്ക്
15-20 ദിവസം ഇടവിട്ട് വളപ്രയോഗം നടത്തണം. കപ്പ, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങൾക്കും വളം നൽകേണ്ട സമയമാണ്. വളം വിതരണ കമ്പനികളിൽ അന്വേഷിക്കുമ്പോൾ ഇന്നു വരും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ ലഭിക്കുന്നില്ലെന്ന് കല്ലൂർ ആലേങ്ങാട് VFPCK സെക്രട്ടറി ചിഞ്ചു ബിനേഷ് പറഞ്ഞു. VFPCK സ്വാശ്രയ കർഷക സമിതി ആലങ്ങാടില് ഒരുവിധം എല്ലാ വളങ്ങളും നമ്മളിപ്പോൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് നേന്ത്ര, അതായത് പച്ചക്കറിയും വാഴക്കൃഷിയും നെൽകൃഷിയുമുള്ള സാധാരണ കൃഷിക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂറിയക്ക് ഒരു 3000 രൂപയോളം ശരിക്കും ചാക്കിന് വരുന്നുണ്ട്, 45 കിലോ യൂറിയ. പക്ഷെ നമുക്ക് സബ്സിഡിക്ക് കിട്ടണത് 266 രൂപ 50 പൈസ. അത് പകരം ഇപ്പോൾ പൊട്ടാഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1800 രൂപ കൊടുക്കണം കൃഷിക്കാർക്ക് അത് മേടിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ നിസ്സാര വിലക്ക് കിട്ടണ ഈ സംഭവം നമുക്ക് ശരിക്കും കൊടുക്കേണ്ട സമയത്ത് കൃഷിക്കാർക്ക് കിട്ടാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ 1 ഏക്കർ നെൽകൃഷിക്ക് 45 കിലോ യൂറിയ ഉപയോഗിക്കണം. പക്ഷേ ഈ സമയത്താണ് ശരിക്കും കൊടുക്കേണ്ട സമയം. ആ സ്റ്റേജിൽ കിട്ടാൻ പറ്റാത്തതിൻ്റെ കുറേ പരാതി നമുക്ക് കർഷകർ ഇവിടെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കമ്പനിയിൽ ചോദിക്കുമ്പോൾ അവരും പറയണ അവർക്ക് അവിടെ സാധനം കിട്ടാനില്ല എന്നാണ്. അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് കൃഷിക്കാരുടെ ഒരു ദുരിതം ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നേരത്തെ സംഭരിച്ചിരുന്ന യൂറിയ വിലയിൽ വ്യത്യാസം വരുത്താതെ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ക്ഷാമത്തിന് പൂർണ്ണ പരിഹാരമല്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന നെൽകർഷകർക്ക് വളത്തിന് അധിക വില നൽകേണ്ടി വരുന്ന സാഹചര്യം അതിജീവിക്കുക ശ്രമകരമായിരിക്കും. പ്രതിസന്ധി താൽക്കാലികമാണെന്നും കൂടുതൽ വളമെത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ടെന്നുമാണ് കൃഷിവകുപ്പിന്റെ വിശദീകരണം. കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലാളികളുടെ ക്ഷാമം, നെല്ല് സംഭരണം വൈകുന്നു തുടങ്ങി വിവിധ പ്രതിസന്ധികളിൽ വലയുന്ന കർഷകന് ഇരട്ട പ്രഹരമായി മാറുകയാണ് വളങ്ങളുടെ ലഭ്യതക്കുറവ്. സമയബന്ധിതമായി വളപ്രയോഗം നടത്താനാകാത്തത് മൂലം അത് വിളവെടുപ്പിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇത് കർഷകന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്. അധികൃതരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് ചുങ്കം റോഡിൽ KSEB സബ്സ്റ്റേഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാടത്തുകാരൻ വീട്ടിൽ ഹെൻറിക് റോയ്ക്കാണ് പരിക്ക്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പുതുക്കാട് നിന്ന് ചുങ്കം ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്കിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് യുവാവിന് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തിനിടയാക്കിയ ബൈക്ക് നിർത്താതെ പോയി. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പോക്സോ കേസിൽ ഒളിവിൽ പോയ കലാമണ്ഡലം അധ്യാപകനെ ചെന്നൈയിൽ വെച്ച് പിടികൂടി. കലാമണ്ഡലത്തിലെ കൂടിയാട്ടം വിഭാഗം അധ്യാപകനായ കലാമണ്ഡലം കനകകുമാറാണ് പിടിയിലായത്. അപമര്യാദയായി പെരുമാറിയെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് കേസെടുത്തിരുന്നത്. കേസെടുത്തതിന് പിന്നാലെ അധ്യാപകൻ ഒളിവിൽ പോയി. കഴിഞ്ഞ 10-ാം തീയതിയാണ് കലാമണ്ഡലം അധികൃതർ തന്നെ അധ്യാപകനെതിരെ പരാതി നൽകിയത്. ആദ്യം 2 വിദ്യാർത്ഥികളുടെ മൊഴിപ്രകാരവും പിന്നീട് 3 വിദ്യാർത്ഥികളുടെ മൊഴിപ്രകാരവും 5 പോക്സോ കേസുകളാണ് കനകകുമാറിനെതിരെ സ്വീകരിച്ചിരുന്നത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. പരാതി ഉയർന്ന സാഹചര്യത്തിൽ കലാമണ്ഡലത്തിൽ നിന്നും കനകകുമാറിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ ചെന്നൈയിൽ നിന്നും തിങ്കളാഴ്ച പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരളത്തിൽ SIR നടപടികൾ 2 ദിവസത്തേക്ക് കൂടി നീട്ടാൻ നിർദ്ദേശം നൽകി സുപ്രീംകോടതി. 2 ആഴ്ചത്തേക്ക് നടപടി നീട്ടണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കോടതി നിർദ്ദേശപ്രകാരം എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങുന്നതിനുള്ള സമയം 18 വരെ നീട്ടിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഈ മാസം 18 വരെ കാത്തിരിക്കണമെന്നും കമ്മീഷൻ വാദിച്ചു. എന്നാൽ ക്രിസ്മസ് അവധിയടക്കം പരിഗണിച്ച് 2 ആഴ്ച കൂടി സമയം നൽകണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാത്ത ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് 2 ദിവസത്തേക്ക് കൂടി നീട്ടാം എന്നറിയിക്കുകയായിരുന്നു. കേസ് ഡിസംബർ 18 വീണ്ടും പരിഗണിക്കും. SIRുമായി എല്ലാ സംസ്ഥാനങ്ങളും സഹകരിക്കണമെന്നും BLOമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. BLOമാർക്ക് സുരക്ഷ കിട്ടിയില്ലെങ്കിൽ അത് അരാജകത്വത്തിനിടയാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. SIRന്റെ നിയമസാധുതയിൽ ബീഹാറിലെ പ്രധാന കേസിലെ വിധി എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുമെന്നും കോടതി അറിയിച്ചു. കല്ലൂർ ആലേങ്ങാട് ശങ്കര UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. പ്രധാനാധ്യാപിക ശ്രീകല ക്രിസ്തുമസ് സന്ദേശം നൽകി.
നക്ഷത്ര നിർമ്മാണം, പുൽക്കൂട് നിർമ്മാണം, ക്രിസ്മസ് കാർഡ് നിർമ്മാണം, കരോൾ ഗാനം, ക്രിസ്മസ് ഡാൻസ് തുടങ്ങിയ ആഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് സന്തോഷ്, സ്റ്റാഫ് സെക്രട്ടറി സത്യൻ എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ KG വിഭാഗം കുട്ടികൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് ഡേ ആഘോഷിച്ചു. കറുപ്പും വെളുപ്പും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും കളിപ്പാട്ടങ്ങൾ നിരത്തിയും ഇതേ നിറങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ ചേർത്തുവെച്ചും കുട്ടികൾ പരസ്പരം സന്തോഷം പങ്കുവച്ചു. ചടങ്ങ് പ്രിൻസിപ്പൽ ഡോക്ടർ K. രമാദേവി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സഞ്ജയ് K. നായർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ MS രമ്യ, അധ്യാപകരായ AR ഋഷ, അമിത പ്രതാപ് എന്നിവർ പ്രസംഗിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമായിരിക്കുകയാണെന്നും ചിന്തിച്ചു വേണം റോഡ് മുറിച്ച് കടക്കേണ്ടതെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമായിരിക്കുകയാണെന്നും ചിന്തിച്ചു വേണം റോഡ് മുറിച്ച് കടക്കേണ്ടതെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ സുരക്ഷിതമാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ച് തീരുമാനമെടുത്ത ശേഷം മുറിച്ച് കടക്കുന്നതാണ് നല്ലത്. റോഡ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം വേഗത്തിൽ നേർരേഖയിൽ ക്രോസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. റോഡ് മുറിച്ച് കടക്കുന്നതിന് മുൻപ് എപ്പോഴും നടപ്പാതയുടെ അരികിൽ, അതായത് കർബിനടുത്ത് സുരക്ഷിതമായി നിൽക്കുക. ഇരുവശത്തേക്കും ശ്രദ്ധയോടെ നോക്കി അടുത്തു വരുന്ന വാഹനങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. വാഹനങ്ങളുടെ ശബ്ദം കേൾക്കാനായി ശ്രദ്ധിച്ചു കേൾക്കുക. ചിലപ്പോൾ കാണാൻ കഴിയാത്ത വാഹനങ്ങൾ ഉണ്ടാകാം. റോഡ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കിയ ശേഷം വേഗത്തിൽ നേർരേഖയിൽ ക്രോസ് ചെയ്യുക. എന്നാൽ വാഹന ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ഓടരുത്. സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളിൽ അവ ഉപയോഗിക്കുക. വളവുകളിൽ റോഡ് ക്രോസ് ചെയ്യാതിരിക്കുക. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാൽനടക്കാരുടെ സുരക്ഷയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താൽപര്യമുള്ളവർ ഈ മാസം 15-ന് രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 0480 2720 8547005080. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ റദ്ദാക്കിയതായി തൃശൂർ RTO അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,925 രൂപയും പവന് 95,400 രൂപയും രേഖപ്പെടുത്തി. പാഴായി നടപ്പറമ്പിൽ കരുണാകരൻ ഭാര്യ സുകുമാരി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അനിത, പ്രീതി, ദിനേശ്, പരേതനായ സുരേഷ് എന്നിവർ മക്കളും, ഷാഹിദ, സന്തോഷ്, ദയാനന്ദൻ, ദീപ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടിക്കലാശം ആവേശത്തിൽ മുന്നണികൾ, ആഘോഷമാക്കിയ അണികൾ. ബുധനാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. 3 മാസമായി രാസവളങ്ങൾക്ക് വിപണിയിൽ കടുത്ത ക്ഷാമം, ആശങ്കയിൽ കർഷകർ. പുതുക്കാട് ചുങ്കം റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം, യുവാവിന് പരിക്കേറ്റു.
പോക്സോ കേസിൽ ഒളിവിൽ പോയ കലാമണ്ഡലം അധ്യാപകനെ ചെന്നൈയിൽ വെച്ച് പിടികൂടി. കലാമണ്ഡലം കനകകുമാറാണ് പിടിയിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.